പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂസ് റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിങ്ങിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ സെക്ഷൻ ബി ആണ്. ആൻസർ എനി 5 ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ 1 or 2 സെൻറ്റൻസസ്. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡസ് സിറ്റിസൺ ജേർണലിസം മേക്ക് ദ ഫീൽഡ്സ് മോർ പാർട്ടിസിപ്പേറ്ററി ആൻഡ് ഡെമോക്രാറ്റിക്? പൗരമാധ്യമ പ്രവർത്തനം, സിറ്റിസൺ ജേർണലിസം ഈ രംഗത്തെ ഏവിധം കൂടുതൽ പങ്കാളിത്തമുള്ളതും ജനാധിപത്യപരമാക്കുന്നു? ആൻസർ, ഞാൻ ഇംഗ്ലീഷ് വായിക്കുന്നില്ല, മലയാളം ആൻസറാണ് പറയുന്നത്. പരമ്പരാഗത മാധ്യമ നിയന്ത്രണങ്ങളെ മറികടന്ന് സാധാരണക്കാർക്ക് വാർത്തകൾ ശേഖരിക്കാനും റിപ്പോർട്ട് ചെയ്യാനും പ്രചരിപ്പിക്കാനും പൗരമാധ്യമ പ്രവർത്തനം അവസരം നൽകുന്നു. ഇത് പൊതുജനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും അവഗണിക്കപ്പെടാൻ സാധ്യതയുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾക്ക് വേദിയൊരുക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെയൊക്കെ ആൻസർക്ക് ഇൻഷാല്ലാ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനൽ കൊടുക്കുന്നതായിരിക്കും ഇൻഷാല്ലാ. 17ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ മെയിൻ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ജേർണലിസ്റ്റ് റിപ്പോർട്ടിംഗ് ഫ്രം കോൺഫ്ലിക്റ്റ് സോൺസ്? സംഘർഷ മേഖലകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ആൻസർ, ആക്രമണങ്ങൾ, തട്ടിക്കൊണ്ടുപോകലുകൾ, വെടിവയ്പ്പുകൾ, സ്ഥാപനങ്ങളുടെ സംരക്ഷണക്കുറവ് തുടങ്ങിയ കടുത്ത ശാരീരിക അപകടങ്ങളെ അവർ നേരിടുന്നു. കൂടാതെ സെൻസർഷിപ്പ്, വിവരങ്ങൾ ലഭിക്കാനുള്ള ബുദ്ധിമുട്ട്, മാനസിക ആഘാതം എന്നിവയും അവർക്ക് വെല്ലുവിളിയാകുന്നു. അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ടൈം ലൈൻസ് ആസ് എ ന്യൂസ് വാല്യൂ. വാർത്താമൂല്യങ്ങൾ, സമയബന്ധിതത എന്ന ആശയത്തിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ആൻസർ, ഒരു സംഭവത്തിൻ്റെ തത്സമയ പ്രസക്തിയെയും പുതിയ വിവരത്തെയുമാണ് സമയബന്ധിത സൂചിപ്പിക്കുന്നത്. സംഭവങ്ങൾ എപ്പോൾ നടക്കുന്നുവോ അപ്പോൾ തന്നെ അല്ലെങ്കിൽ അത്രയും വേഗം വാർത്തയായി എത്തിക്കാൻ മാധ്യമങ്ങൾക്ക് മുൻഗണന നൽകുന്നു. കാരണം ഏറ്റവും പുതിയ വിവരങ്ങളോടെയാണ് പ്രേക്ഷകർക്ക് താല്പര്യം കൂടുതൽ. 19ാമത്തെ ചോദ്യം, ഹൗ ഡസ് ദ hourglass structure differ from the inverted pyramid structure in news writing? വാർത്താരചനയിലെ തിരിച്ച തലകീഴായ പിരമിഡ് ഘടനയിൽ നിന്നും ഹൗർഗ്ലാസ് ഘടന എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? അപ്പോൾ ആൻസർ, തലകീഴായ പിരമിഡ് ഘടന പ്രധാന വിവരങ്ങളുടെ തുടക്കത്തിൽ തന്നെ നൽകി അവസാനിപ്പിക്കുമ്പോൾ ഹൗർഗ്ലാസ് ഘടന തുടക്കത്തിൽ പ്രധാന വിവരങ്ങൾ നൽകിയ ശേഷം സംഭവങ്ങളെ കലാക്രമത്തിൽ വിവരിക്കുകയും അവസാനത്തിലേക്ക് ഉപസംഹരിക്കുകയും ചെയ്യുന്നു. ഇനി 20ാമത്തെ ചോദ്യം, ഹൗ ഡസ് ദ സിറ്റിസൺ ജേർണലിസം ഡിഫർ ഫ്രോം ദ ട്രഡീഷണൽ ജേർണലിസം ഇൻ ടേംസ് ഓഫ് കണ്ടന്റ് ക്രിയേഷൻ? ഉള്ളടക്ക നിർമ്മാണത്തിൻ്റെ കണ്ടന്റ് ക്രിയേഷൻ കാര്യത്തിൽ പൗര മാധ്യമ പ്രവർത്തനവും പരമ്പരാഗത മാധ്യമ പ്രവർത്തനവും തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ആൻസർ, പരിശീലനം ലഭിച്ച പ്രൊഫഷണൽ മാധ്യമ പ്രവർത്തകർ കർശനമായ എഡിറ്റോറിയൽ മാനദണ്ഡങ്ങൾ പാലിച്ച് ഔദ്യോഗിക മാധ്യമ സ്ഥാപനങ്ങളിലൂടെയാണ് പരമ്പരാഗത ഉള്ളടക്കം നിർമ്മിക്കുന്നത്. എന്നാൽ പൗരമാധ്യമ പ്രവർത്തനത്തിൽ പൊതുജനങ്ങൾ സ്വന്തം ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിച്ച് സന്നദ്ധരായ ഉള്ളടക്കങ്ങൾ നിർമ്മിക്കുന്നു. 21ാമത്തെ ചോദ്യം, വാട്ട് റോൾ ടു വിസിൽസ് ബ്ലവേഴ്സ് പ്ലേ ഇൻ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം? അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൽ വിസിൽ ബ്ലോവർമാർ വഹിക്കുന്ന പങ്ക് എന്താണ്? ആൻസർ, സ്ഥാപനത്തിലെ അഴിമതികൾ, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ, തെറ്റുകൾ എന്നിവയെക്കുറിച്ച് പ്രധാനപ്പെട്ട വിവരങ്ങളും ചോർത്തിരേഖകളും നേരിട്ടുള്ള തെളിവുകളും വിസിൽ ബ്ലോവർമാർ നൽകുന്നു. ശക്തരായ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ഉത്തരവാദികളായിക്കൊണ്ട് വാർത്തകൾ പുറത്തുവിടുന്നതിൽ ഇത് വളരെ നിർണായക അടിത്തറയാകുന്നു. 22ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ ഇൻവെർട്ടഡ് പിരമിഡ് സ്റ്റൈൽ അപ്ലൈ ടു ന്യൂസ് പേപ്പർ റൈറ്റിംഗ്? തലകീഴായ പിരമിഡ് ശൈലി പത്രപ്രവർത്തനത്തിൽ എങ്ങനെയാണ് പ്രയോഗിക്കുന്നത്? ആൻസർ, ഈ ശൈലിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ, ലീഡ്,
അഥവാ ലീഡ് വാർത്തയുടെ തുടക്കത്തിലും തുടർന്ന് കൂടുതൽ വിശദാംശങ്ങളും ഏറ്റവും പ്രാധാന്യം കുറഞ്ഞ വിവരങ്ങൾ അവസാന ഭാഗത്തുമാണ് നൽകുന്നത്. ഇത് വായനക്കാർക്ക് പ്രധാന വിവരങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനും സ്ഥലക്കുറവ് വരുമ്പോൾ പത്രാധിപർക്ക് താഴെത്തുള്ളത് എന്താണ് വെട്ടിമാറ്റാനും സഹായിക്കുന്നു. വെട്ടിമാറ്റാനും സഹായിക്കുന്നു. 23ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിവിൽ ആൻഡ് ക്രിമിനൽ ഡിഫാമേഷൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ സിവിൽ ക്രിമിനൽ മാനദണ്ഡങ്ങൾ ഡിഫാമേഷൻ മാനദണ്ഡങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആൻസർ, സിവിൽ മാനദണ്ഡം എന്നത് നഷ്ടപരിഹാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സിവിൽ നിയമ ലംഘനമാണ്. എന്നാൽ ക്രിമിനൽ മാനദണ്ഡം എന്നത് കുറ്റവാളിക്ക് തടവോ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷയെ ഉറപ്പാക്കുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരമുള്ള കുറ്റകൃത്യമാണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ വാട്ട്സ് എ സമ്മറി ലീഡ് ഈസ്? സംഗ്രഹ ലീഡ്, സമ്മറി ലീഡ് എന്നാൽ എന്താണ്? വിശദീകരിക്കുക. ആൻസർ, ഒരു വാർത്തയുടെ തുടക്കത്തിലുള്ള വാക്യമോ പാരാഗ്രാഫോ ആണ് സംഗ്രഹ ലീഡ്. ഇത് ആരെക്കുറിച്ച്, എന്ത്, എപ്പോൾ, എവിടെ, എന്തിന്, എങ്ങനെ 5 Ws and H എന്ന അത്യാവശ്യ വസ്തുക്കളെല്ലാം ചുരുങ്ങിയ വാക്കുകൾ ഒന്നിച്ചു നൽകുന്നു. 25ാമത്തെ സെക്ഷൻ ബിയിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ലൈൻ ഓഫ് റീഡിംഗ് ഇൻ ന്യൂസ് പേപ്പർ ഡിസൈൻ? പത്രരൂപകൽപ്പനയിലെ വായനാരേഖ, ലൈൻ ഓഫ് റീഡിംഗ് എന്നാൽ എന്താണ്? ആൻസർ, തലക്കെട്ടുകൾ, ചിത്രങ്ങൾ, വെള്ള ഇടങ്ങൾ, വൈറ്റ് സ്പേസ്, വാർത്തകളുടെ ക്രമീകരണം തുടങ്ങിയ ലേ ഔട്ട് ഘടകങ്ങളിലൂടെ ഒരു വായനക്കാരൻ്റെ കണ്ണുകൾ പത്രപേജിലൂടെ സ്വാഭാവികമായി സഞ്ചരിക്കുന്ന ദൃശ്യപാതയാണ് വായനാരേഖ അഥവാ ലൈൻ ഓഫ് റീഡിംഗ് എന്ന് വിളിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.